ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ലുഫി ഉണ്ടായ ശേഷം ഒരുപാട് ബ്രസ്റ്റ് ഫീഡിങ് ഇഷ്യൂസ് ഉള്ളത് കാരണം രണ്ടാമത്തെ ആഴ്ച ലാച്ച് ചെയ്ത് തുടങ്ങിയപ്പം എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നത് ക്രോസ് ക്രേഡിൽ ഹോൾഡാണ്. സിറ്റിംഗ് പൊസിഷനിൽ ക്രോസ് ക്രേഡിൽ ഹോൾഡായിട്ടാണ് ലുഫിക്ക് ഞാൻ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ലുഫിയുടെ ഹെഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ഫീഡ് ചെയ്യാൻ ഈ പൊസിഷനിൽ പറ്റിയിരുന്നു. ആദ്യത്തെ 6 മാസവും ക്രോസ് ക്രേഡിൽ ഹോൾഡ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 6 മാസത്തിന് ശേഷം സൈഡ് ലൈങ് പോസിലേക്ക് മാറ്റി. രാത്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് കിടന്ന് ഫീഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. രണ്ടാമത്തെ ഡെലിവറി ആയപ്പോഴേക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ സിസേറിയൻ കഴിഞ്ഞ് വയറിന് പെയിൻ ഉള്ളത് കൊണ്ട് വയറിൻ്റെ മുകളിലേക്ക് ബേബി വരാത്ത രീതിയിലുള്ള സൈഡിൽ വെച്ചിട്ടുള്ള ഫുട്ബോൾ ഹോൾഡാണ് മെയിൻലി ട്രൈ ചെയ്തത്. ആദ്യത്തെ 1-2 ആഴ്ച പെയിൻ കുറയുന്നത് വരെ ഇതേ ഹോൾഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. പിന്നെ കംഫർട്ടബിൾ ആയി തുടങ്ങിയതിന് ശേഷം ക്രോസ് ക്രേഡിൽ ഹോൾഡിലേക്ക് തന്നെ മാറ്റി. 1 മാസമൊക്കെ ആയപ്പോഴേക്ക് വളരെ കംഫർട്ടബിൾ ആയപ്പോഴേക്ക് സൈഡ് ലൈങ് പൊസിഷനിലും കിടന്നും ഫീഡ് ചെയ്ത് തുടങ്ങി. പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്ന ക്രേഡിൽ ഹോൾഡ് ഞാൻ സത്യത്തിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ചാരി കിടന്നിട്ടുള്ള ലേഡ് ബാക്ക് ഹോൾഡും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പൊസിഷനിങ്ങും ഹോൾസും എല്ലാം നിങ്ങളുടെ കംഫർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന രീതിയിൽ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങളുടെയും കുഞ്ഞിൻ്റെയും കംഫർട്ട് അനുസരിച്ച് നല്ലൊരു പൊസിഷൻ തിരഞ്ഞെടുക്കുക. സോ ഹാപ്പി ബ്രസ്റ്റ് ഫീഡിങ്.